ഗൈസ്, അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാലോ, ഹോട്ടലിലൊന്നും ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് ഹോട്ടൽസ് ഇല്ല. അപ്പം നമുക്കൊരു ചെറിയൊരു ആഗ്രഹം അൽഫാം കഴിക്കാമെന്ന്. അപ്പം നമ്മളിന്ന് അൽഫാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോകണേണ്. അപ്പം ആദ്യം നമുക്ക് അൽഫാമിന് ചിക്കൻ മേടിക്കാൻ പോകണം, പിന്നെ ഗ്രില്ലടിക്കണത് ഇത് മേടിക്കാൻ പോകണം, പിന്നെ അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഗ്രില്ലടിക്കുന്ന സാധനം മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം അതിന് ഇച്ചിരി റേറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ മറിച്ചിടുന്ന സാധനവും ബ്രഷും മേടിച്ചിട്ട് നമ്മൾ പോന്നിട്ടാ. ചിക്കൻ മേടിച്ചു, നമ്മൾ ബോൺലെസ് ചിക്കനാണ് മേടിച്ചത്. അതവിടെ റഷ് ആയതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രോസൺ ചിക്കനായിട്ട് മേടിച്ചത് 2 പീസ്, 2 ബ്രസ്റ്റ് പീസ് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് തണുപ്പ് മാറാനായിട്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ഇത് വിനാഗിരി, മഞ്ഞപ്പൊടി, ഉപ്പിലിട്ട് വെക്കും. ചിക്കൻ ഒന്നും കൂടി സോഫ്റ്റായി, ഇത് സോഫ്റ്റ് ചിക്കനാണ്, ബോൺലെസ് ബ്രസ്റ്റ് പീസ് ആയാണ് ഒന്നും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ അങ്ങനെയും കൂടി ഒന്ന് ഒരു അരമണിക്കൂർ വെക്കോട്ടാ. ഞാൻ കാണിച്ചിട്ടുണ്ടാ ഇത്ര മുങ്ങി കിടക്കണം കേട്ടോ. ഉള്ള വെള്ളം എടുക്കണം, അതിലോട്ട് ഒരു അടപ്പൻ മതിയാകും വിനാഗിരി. ഇത് വന്നിട്ട് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന് ശേഷം നമ്മൾ ഇടാൻ പോണം മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി എന്തിനാന്ന് വെച്ചാൽ ചിക്കനിൽ വല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്. മഞ്ഞപ്പൊടി. ഇനി അടുത്തത് നമ്മൾ ഉപ്പ് പിടിക്കാൻ വേണ്ടി. ഇനി ഒരു അരമണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ, റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് ഇനി കനലിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പം നമ്മൾ കനലുണ്ടാക്കണേന്, കനലുണ്ടാക്കണമെന്നാണ് നമ്മുടെ വീട്ടിലെ പൊതിമടലി ഈ വിറകൊക്കെ വെച്ചാണ് ഉണ്ടാക്കണത്. ഇതേ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാന്ന് വിചാരിക്കണേ. മുകളിൽ സ്റ്റാൻഡ് വെച്ചിട്ട് അപ്പം കനലായിക്കൊണ്ടിരിക്കണേണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണത്. എന്തായാലും ചീറ്റി പോവോ അല്ലെങ്കിൽ ഇത് സക്സസ് ആവോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം നമ്മൾ അരമണിക്കൂർ മുക്കി വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാല ചേർക്കാട്ടോ. അപ്പം നമുക്കൊന്ന് ഇത് കളഞ്ഞിട്ട് ഞാൻ വരാം. നമുക്ക് ചിക്കൻ ഫസ്റ്റ് വരഞ്ഞു കൊടുക്കാട്ടോ. അതിന് വലിയ വര വേണ്ട, ചെറിയത്. വരയണ എന്തിനാന്ന് നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടെ? ഈ മസാല വെക്കാൻ, മസാല ഉള്ളിലോട്ട് ഇറങ്ങാൻ വേണ്ടി. ഇനി നമ്മ ആഡ് ചെയ്യാൻ പോണ മസാല എന്ന് പറഞ്ഞാൽ അതൊരു സീക്രട്ട് മസാലയാണ്. അതിൻ്റെ ഇത് ഞാൻ അവസാനം പറയാം, വീടിൻ്റെ അവസാനം ഞാൻ പറയാം. അപ്പം നമുക്ക് ആ മസാല നമുക്ക് ഇതിലിട്ട് കൊടുക്കാം, ചിക്കനിലോട്ട് പെരട്ടാം. അപ്പം പയ്യെ ഉള്ളിലോട്ട് നല്ലോണം ഇറങ്ങണ രീതിയിൽ നിങ്ങൾ മസാല തേക്കണം. പക്ഷെ ഇപ്പം എല്ലാവർക്കും അൽഫാമൊക്കെ ഉണ്ടാക്കാൻ അറിയാം. വീടുകളിലൊക്കെ എല്ലാവരും പരീക്ഷിക്കണം എല്ലാവരും ഉണ്ടാക്കി. ഇപ്പോൾ ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ ഇതെല്ലാവരും ചെയ്യണ സംഭവമാണ്. നമ്മൾ ഈ മസാല തേക്കണോണ്ട് നമ്മൾ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യണില്ല കേട്ടോ. ആ മുക്കി വെച്ചത് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യണ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ. പിന്നെ ഈ മസാലയാണ് നമ്മൾ പരത്തുന്നത് ഉള്ളിലോട്ടൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിക്കനെ ബ്രസ്റ്റ് പീസിനേലും നല്ലത് ലെഗ് പീസാണ് കേട്ടോ. ഈ അൽഫാം ഉണ്ടാക്കാൻ നല്ലത് അത് തന്നെയാണ്, ബ്രസ്റ്റ് പീസ്. അതെന്ന് വെച്ചാൽ നമുക്ക് കുറേ മീറ്റ് ഉണ്ടാകും, പക്ഷെ ആ ഒരു അൽഫാമിൻ്റെ രുചി കിട്ടണമെങ്കിൽ അത് ലെഗ് അതാണെന്ന് തോന്നണം. എനിക്കിഷ്ടം ലെഗ് പീസാണ്, പക്ഷെ ആൾക്കാർക്കൊക്കെ എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണെന്ന്. ശുചിന് ഇഷ്ടം ഏത് കിട്ടാണ്, കാരണം എന്താണ് ഇതിൽ കുറേ മീറ്റ് ഉണ്ടാവും അല്ലേ. ഇത് ഇപ്പം നമ്മൾ ചിക്കനിൽ മസാല പിടിപ്പിച്ച് തേച്ചിട്ട് കഴിഞ്ഞ് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് പെട്ടെന്ന് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്പം തന്നെ ചൂടാം. ഇപ്പം ഞാൻ ഒരു 10 മിനിറ്റ് വെക്കുകയാണ്, അതായത് ഒന്നും കൂടി ഒന്ന് ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി. അങ്ങനെ അപ്പം നമ്മൾ ഇതിലാണ് ഗ്രില്ല് ചെയ്യാൻ പോണത്. ഇതെന്ന് പറഞ്ഞാൽ ഇത് ചപ്പാത്തി മേക്ക് ചെയ്യണ സാധനമാണ്. അപ്പം നമ്മൾ ഇതിലാണ് ഉണ്ടാക്കണം. ഇപ്പം നമ്മുടെ കയ്യിൽ ഇതാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള സാധനം, അതുകൊണ്ട് നമ്മൾ ഇതിലാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ വെക്കണം കേട്ടോ, അടുപ്പിലല്ലേ ഫാനെല്ലാം മുകളിലോട്ട്. എന്നാലും അത് ശരിയല്ലോ. ഓക്കെ, ഇനി ഞാൻ ചിക്കൻ എടുത്തിട്ട് വരട്ടെ. അപ്പം നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കാം. 2 ഒപ്പം വെക്കണോ?
ആദ്യം ഇങ്ങനെ വെച്ചെടുത്ത് കൈ കൊള്ളോട്ടാ ഇതങ്ങനെ വെക്കാല. അത് മറിച്ചിടൂല്ലേ. നമുക്ക് ഇനി ഒന്ന് ചിക്കൻ മറിച്ചിട്ട് കൊടുക്കും. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. സൂപ്പർ. കുത്തട്ടെ. കുത്താൻ ചിജിനാണ് ബെസ്റ്റ്. അപ്പൊ കുത്ത്. ഇങ്ങനെ കുത്തി നമ്മ കുത്തണത് അറിയാലോ, മസാല ഇറങ്ങാൻ വേണ്ടിയാട്ടാ. കുത്തണേൻ്റെ ഒപ്പം മസാല പെരട്ടിയാൽ ഇത്ര കുത്തണം. ഇത് നമ്മുടെ ആദ്യത്തെ ഇതല്ലേ, പരീക്ഷണം. കൈ പൊള്ളണേ. ഇങ്ങനെ വേണം ചൂട്. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ലെഗ് പിടിക്കാനാണ് പാട്. ആയിട്ടുണ്ട് കേട്ടാ. നമുക്ക് ലെഗ് പീസ് ചെയ്യണം. ഇത് നിങ്ങൾ കരി അൽഫാമാണ് ഉണ്ടാക്കുന്നത് ചോദിക്കും നിങ്ങൾ. പക്ഷെ ഇത് കരിയല്ല, ഇതാണ് നോർമൽ. നല്ല ടേസ്റ്റ്. കരിഞ്ഞാല് ആ കരിഞ്ഞ വശം തിന്നാൻ നമുക്ക് അൽഫാം തിന്നുമ്പോ നല്ല ടേസ്റ്റ് അല്ലേ. കരിഞ്ഞത് തിന്നാൻ പാടില്ല, കരിഞ്ഞത് തിന്നാൻ പാടില്ല അവരെന്നെ പറയാറുണ്ടല്ലേ. നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റാം. അതാണ് കാണാൻ പാടില്ല. ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ആദ്യത്തെ അല്ലേ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലൊരു സീക്രട്ട് മസാല ഉണ്ടെന്ന്. അത് വന്നിട്ട് നമ്മുടെ ചേട്ടൻ വർക്ക് ചെയ്യണ കമ്പനിയുടെ മസാലയാണ് ഇത്. ചേട്ടൻ വന്നിട്ട് അൽഫാമിന്റെ മസാല കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ അതിന്റെ മസാലയാണ് ഇത്. ഇത് വന്നിട്ട് ബാർബിക്യൂ മസാലയാണ്. ഇത് ഹോട്ടൽസിൽ മാത്രമേ നമ്മൾ ഇപ്പൊ കൊടുക്കണുള്ളൂ. ഹോട്ടൽസിൽ കൊടുക്കാനായിട്ട് നമ്മൾ ട്രെയിനിലൊക്കെ ആൾക്കാർ വന്ന് അവിടെ ഹോട്ടലിൽ അപ്പൊ നമ്മുടെ വീട്ടിൽ സാമ്പിൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ ഇതിന് ഹോട്ടൽസിൽ വേണമെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടാൽ മതി, കമന്റ് ചെയ്താൽ മതി. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. അതാരാണ് ഇത്? കൃത്യസമയത്ത് ശ്രുതി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പിള്ളേരെല്ലാവരും റെഡി ആയിട്ടിരിക്കാണ്. നമ്മള് അൽഫാമിനൊപ്പം നമ്മ ഇന്ന് സർവ് ചെയ്യാൻ പോണ ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് എന്റെ ടേസ്റ്റ് വന്നിട്ട് മധുരോ എരിവോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. കുഴപ്പമില്ല, നല്ല മസാലയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വെറുതെ തിന്നാൻ. ഞാൻ കുറെ നാളായി പറയണത് ഇത് കൊണ്ടുതന്നെ. അപ്പൊ ഇന്ന് കൊണ്ടുവന്നപ്പോ നമ്മ ഉണ്ടാക്കി നോക്കിയിരുന്നുള്ളൂ. ചൂടാണ് കേട്ടോ. ഇവിടെ അതും ശരിക്കും നമ്മുടെ അൽഫാം ഫുള്ള് കഴിച്ച് തീർത്തിട്ടുണ്ട്. നമ്മ ഒരു പീസ് നമ്മ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് വെച്ച ഷിജിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് വെച്ചേക്കണം കേട്ടോ. അപ്പം കൊള്ളാം. എല്ലാരും നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മ വീട്ടിലെത്തി. ഇനി അഞ്ജുനൊക്കെ ടേസ്റ്റ് ചെയ്യാൻ അമ്മ നട്ടില്ല. അപ്പൊ നമുക്ക് കൊടുത്ത് നോക്കാം. അധികമൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. സോസ് എന്തെങ്കിലും ഉണ്ടോ? അതിനകത്ത് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഇത് മസാലയാണ്, മസാല.
എരിവുണ്ടോ? എരിവില്ല, മധുരമുണ്ടോ? മധുരമുണ്ട്. ആ എരിവ് മധുരം. പക്ഷെ മധുരം 5 കിട്ടിയത്, എരിവ് കിട്ടിയില്ല. നമുക്ക് എരിവാണ് കിട്ടിയത്. അങ്ങനെ എരിവില്ല, മധുരം. അങ്ങനെ സോസ് ഇട്ടിട്ടുണ്ടാകും. സോസില്ല, ഇതില്ല മസാല BBQ വേണത്. അൽഫാം സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. എല്ലാവരും മറക്കാണ്ട് കമൻറ്റ്, സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യണേ.